ഹായ്, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നൊരു പച്ചക്കറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓണത്തിൻ്റെ സമയമായപ്പോഴത്തേനും പീച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ അച്ചിങ്ങ ഉണ്ടായി, കൈപ്പയ്ക്ക, അതുപോലെ തന്നെ വെണ്ടയ്ക്ക എല്ലാം കുറേശ്ശെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അച്ചിങ്ങ ഒന്നും അധികമായിട്ട് വിരിഞ്ഞിട്ടില്ല, നമ്മൾ അത് ഇലയ്ക്ക് വേണ്ടിങ്ങായിട്ട് ചെയ്തതാണ്, എന്നാലും കുറേശ്ശെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത് ചൊരയ്ക്കാണെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലാവണവർ പറയണം. ഇത് കുക്കമ്പറാണോ അതോ പൊട്ടുവെള്ളരിയാണോ എന്ന് മനസ്സിലാവണില്ല. അച്ചിങ്ങ ഉണ്ടാവും, ഇലയ്ക്ക് വേണ്ടിയാണെങ്കിലും അത് ഓരോന്നൊക്കെ ഉണ്ടാവണുണ്ട്. അതുപോലെ തക്കാളി തൈ വെച്ചിട്ടുണ്ട്, ചേമ്പ് വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക മെറൂൺ കളറുള്ള വെണ്ടയ്ക്കയുണ്ട്, പച്ചയുണ്ട്, പിന്നെ തക്കാളി തൈ, മുളക് തൈ, ചേമ്പ്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഒരുപാട് വെച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ ചീഞ്ഞു പോയി നമ്മൾ വെച്ചപ്പോൾ മഴയത്ത്. ഇപ്പോൾ അത് നമ്മൾ സിമെൻറ്റിൻ്റെ തൂണ് പണിക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അതുമ്മേൽ കയറ് ചുറ്റിയിട്ട് അതിന് മേലെ ടയറുണ്ടല്ലോ, വണ്ടിയിലൊക്കെ ടയർ വെച്ച് അതുമ്മ പടർത്താനാളുടെ ഉദ്ദേശം. അതിനായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കടയിലൊന്നും ഇപ്പോൾ അധികം പോകാത്തതുകൊണ്ട് ഇതൊക്കെയാണ് ജോലി. നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കെങ്കിലും ഒരു വീഡിയോ ഇടാൻ തോന്നണത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം കൊണ്ടാണ്. ഇനിയും പ്രോത്സാഹിപ്പിക്കണം. മുളകും ഇച്ചിരി വന്നിട്ടുണ്ട്. മല്ലി മുളപ്പിച്ചിട്ട് മുളച്ചില്ല. പിന്നെ പുതിന ഒരുവിധം ഉഷാറായി വന്നിട്ടുണ്ട്, അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുപോലെ ചാമ്പയ്ക്കയും വേറെന്തോ ഒരു ചെടി, അതിൻ്റെ ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ വരാം. അതുവരെ ടാറ്റാ.